പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. മനുഷ്യന്റെ പരിണാമചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. ജൈവപരമായ മാറ്റങ്ങളെക്കാൾ മനുഷ്യനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവന്റെ ചിന്താപരമായ തിരുത്തലുകളാണ്. ആദിമ മനുഷ്യൻ തീയും ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ കാർഷിക സംസ്കൃതിയിലേക്ക് മാറിയത് വരെയുള്ള ചരിത്രം വലിയ തെറ്റുകളുടെയും തിരുത്തലുകളുടെയും ഒരു നീണ്ട നിരയാണ്. വിഷമുള്ള പഴങ്ങൾ കഴിച്ചും വന്യമൃഗങ്ങളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടും ഉണ്ടായ വലിയ തെറ്റുകളിൽ നിന്നാണ് മനുഷ്യൻ അതിജീവനത്തിന്റെ ശാസ്ത്രം രൂപപ്പെടുത്തിയത്. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പുതിയ വഴികൾ കണ്ടെത്താനുള്ള ഈ കഴിവാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ശാസ്ത്രീയമായ കണ്ടെത്തലുകളിൽ ഭൂരിഭാഗവും തെറ്റായ നിഗമനങ്ങളെ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന തെറ്റായ ധാരണയിൽ നിന്ന് സൂര്യനാണ് കേന്ദ്രം എന്ന തിരിച്ചറിവിലേക്ക് ശാസ്ത്രം വളർന്നത് ചിന്താപരമായ തിരുത്തലിലൂടെയാണ്. അതുപോലെ തന്നെയാണ് വ്യക്തി ജീവിതവും. നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും പ്രായത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നലകളിൽ നാം ശരിയെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നത് നമ്മുടെ ചിന്താശേഷിയുടെ വികാസത്തെയാണ് കാണിക്കുന്നത്. തെറ്റുകളെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും പുതിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങളോ സാമൂഹിക പരിഷ്കരണങ്ങളോ സാധ്യമാകില്ല. സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല അനാചാരങ്ങളും ഇല്ലാതെയായത് തെറ്റുകൾ തിരുത്താൻ തയ്യാറായ വലിയ ചിന്തകരുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ്. വിദ്യാഭ്യാസം നേടുന്നതും വിജ്ഞാനം പങ്കുവയ്ക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയത് വലിയൊരു തെറ്റായിരുന്നു എന്ന് പിൽക്കാലത്ത് സമൂഹം തിരിച്ചറിഞ്ഞു. ഈ തിരുത്തലാണ് ജനാധിപത്യത്തിനും സമത്വത്തിനും വഴിയൊരുക്കിയത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വ്യക്തിപരമായ തിരുത്തലുകൾ പോലെ തന്നെ പ്രധാനമാണ് സാമൂഹികമായ തിരുത്തലുകളും എന്നാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും സ്വന്തം ഭാഗത്തെ പിഴവുകൾ പരസ്യമായി സമ്മതിക്കാനും തയ്യാറാകുന്ന ഒരു ജനതയ്ക്ക് സാംസ്കാരികമായ പുരോഗതി കൈവരിക്കാനാകൂ. മനനശേഷിയുള്ള മനുഷ്യന്റെ ധർമ്മം കേവലം ജീവിച്ചു തീർക്കുക എന്നതല്ല, മറിച്ച് ഓരോ ദിവസവും സ്വയം നവീകരിക്കുക എന്നതാണ്. തെറ്റുപറ്റി എന്നറിയുമ്പോൾ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് രണ്ടാമതൊരു തെറ്റിലേക്ക് നയിക്കും. ഭയം കൊണ്ടോ അഹംഭാവം കൊണ്ടോ തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ പതനം ആരംഭിക്കുന്നത്. തെറ്റുകൾ സംഭവിക്കുന്നത് നമ്മുടെ അറിവിന്റെ പരിമിതി കൊണ്ടാണ്. എന്നാൽ അത് മനസ്സിലാക്കി തിരുത്തുമ്പോൾ നമ്മുടെ അറിവിന്റെ അതിരുകൾ വികസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ വീഴ്ചകളെയും തെറ്റായ തീരുമാനങ്ങളെയും ഓർത്ത് നിരാശപ്പെടേണ്ടതില്ല. അവയെല്ലാം നമ്മെ കൂടുതൽ ശക്തരും വിവേകശാലികളുമാക്കാനുള്ള പാഠങ്ങളാണ്. ഒരു കുഞ്ഞ് വീണാണ് നടക്കാൻ പഠിക്കുന്നത്. അത് വീഴ്ചയല്ല, മറിച്ച് നടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ തെറ്റുകളും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കണം. ഒരു തെറ്റ് ബോധ്യപ്പെടുന്ന നിമിഷം മുതൽ മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനായി മാറുന്നു. ആ മാറ്റമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ഭംഗിയും ലക്ഷ്യവും. അറിവിലേക്ക് നയിക്കുന്ന വഴികളിൽ തെറ്റുകൾക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. അതെ, തെറ്റുകൾ പറ്റുക സ്വാഭാവികം. അവയെ തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിലേക്ക് മടങ്ങുന്നതാണ് മനനം ചെയ്യുന്ന മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം എന്നാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്ന സന്ദേശം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.